ഇല്ലേ നമ്മുടെ ബി താത്ത മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ നമ്മുടെ ഒലിവ ഡിസൈൻസിന്റെ ആ ഒരു പ്രശ്നത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ ബി താത്ത ഇന്നലെ ഒരു ലൈവ് കൂടി വന്നു. ഡെയിലി ലൈവ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ദേശീയ ഒലിവ ഡിസൈൻസിന്റെ പ്രശ്നത്തിനാണ് മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഡെയിലി അതിനെക്കുറിച്ച് ലൈവ് ഉണ്ട്. ദേശീയ തെളിവുകൾ അത്ര തെളിവുകൾ ഇല്ലല്ലോ. ഞാൻ നമ്മുടെ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞു ഇത് തെളിവും കാര്യങ്ങളൊക്കെ വേണ്ടതുണ്ട് അവർക്കെതിരായിട്ടുള്ളത്. പക്ഷെ എന്താണ് അതിനെതിരെ ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു 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 എന്താ വെച്ചാൽ അതിനെതിരെ ഒരു നടപടി എടുക്കാൻ ആരുമില്ല. മനസ്സിലായി? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്താ വെച്ചാൽ തെളിവുകൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്, പക്ഷെ എന്നാൽ അതിനെതിരെ ഒരു സംഭവം ഒരു ആക്ഷൻ എടുക്കാൻ ആളില്ല. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ നോക്കുമ്പോൾ ഞാൻ കയറിയിട്ടുണ്ട്. ഏകദേശം എത്ര 2.5 മണിക്കൂർ ലൈവ് ഉണ്ടായിരുന്നു ഇല്ലടല്ല. ഒരു ജോയിന്റ് ആയിട്ടുള്ള ലൈവ് ആയിരുന്നു, വേറൊരാൾ കൂടിയുള്ള ലൈവൊക്കെ ആയിരുന്നു ഇല്ലടല്ല. അപ്പൊ അതിലും മെയിൻ സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സായി നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇല്ലടല്ലേ, ഏജന്റ് സായി കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അതാണ് എനിക്ക് ക്യാപ്ചർ. മനസ്സിലായില്ലേ? ഏജന്റ് സായി നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇല്ലടല്ലേ ആൾ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് മനസ്സിലായത്. അപ്പോൾ നോക്കുമ്പോൾ ലൈവിൽ കയറി കുറച്ച് നേരമൊക്കെ ഞാൻ ഇരുന്നു ഇല്ലടല്ലേ. പിന്നെ നോക്കുമ്പോൾ എന്താ 2 മണിക്കൂർ. ശരി ആദ്യം ലൈവിൽ കയറി കുറച്ച് നേരം എന്നിട്ട് ബാക്ക് അടിച്ചു. പിന്നെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ലൈവ് പോസ്റ്റ് ആയിരിക്കും. നോക്കുമ്പോൾ 2 മണിക്കൂറിൻ്റെ ലൈവ്. അപ്പോൾ എന്താ അപ്പോൾ 2 മണിക്കൂർ കാണാൻ വേണ്ടിയില്ല ഞാൻ കുറച്ച് കണ്ടു. നോക്കുമ്പോൾ നമ്മുടെ അതിൽ അത്ര പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് പറയുന്നില്ല. പിന്നെ അതിന് ശേഷം ഒരു ജസ്റ്റ് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടു ഇല്ലല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ കടൽ മച്ചാൻ്റെ വീഡിയോ ഇട്ടു, കടൽ മച്ചാൻ്റെ ലൈവ് വന്നില്ലേ, അതുപോലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു സായി എന്ന കൊട്ടേഷൻ ഏജന്റ് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ കടൽ മച്ചാൻ്റെ ഇല്ലാണ്ട് നമുക്ക് സംഭവം ജെന്യൂനാണ്. എന്ന് വെച്ചാൽ കടൽ മച്ചാൻ ഇപ്പോൾ നമ്മുടെ സൂരജ് പാലക്കാരൻ ആളെ അദ്ദേഹത്തിനെ വിളിച്ച പോലെ തന്നെ നമ്മുടെ HP കൺവെർട്ടിനെ വിളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോംപ്രമൈസ് സ്റ്റോക്ക് അവിടെ നിന്ന് പൈസ വാങ്ങിയിട്ട് തന്നെ കോംപ്രമൈസ് സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചിരിക്കുക. എങ്ങനെ ഇരിക്കുന്നത് നമ്മൾ അതിലും പറഞ്ഞു, പ്രൊമോഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് ചെയ്തിട്ട് പോയിട്ടേ ഇരിക്കുക, അല്ലാതെ ഈ കള്ളത്തന്നെ കൂട്ട് നിൽക്കല്ലെന്ന് നമുക്കും പറയാനുള്ളത്. ഏതോ ഇല്ലാതെ പൈസ പറഞ്ഞാൽ ചാടി പോവുകയാണ്. അപ്പോൾ ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ സായി എന്ന കൊട്ടേഷൻ എടുത്ത് ഞാൻ 2-3 പ്രാവശ്യം വീഡിയോ കണ്ടില്ലേ. എനിക്ക് ഏകദേശം എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടേ ഇല്ല. പക്ഷെ ഒരുമാതിരി ഊക്കാണ്. ഊക്ക് പറഞ്ഞാൽ ചറപറാന്ന് ഊക്കാണ് നമ്മുടെ ബേബി താത്ത അവർ ഊക്കിക്കൊണ്ടിരിക്കും. ബേബി താത്തയും പിന്നെ ജോയിൻ്റ് ആയിട്ട് ഇപ്പോഴത്തെ ഒരാൾ ലൈവിലുണ്ട്. ആളെനിക്ക് മനസ്സിലായില്ല, സത്യം പറയാലോ മനസ്സിലായില്ല. അപ്പോൾ ഇവരുടെ ചറപറാന്ന് ആൾ ഊക്കാണ്. അപ്പോൾ എന്തോ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നത്. പിന്നെ അതിൽ ഒരുമാതിരി ആക്കിയിട്ട് ഒരേ സംസാരമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ പ്ലേ ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് അത് മനസ്സിലായി പറയാം. ഞാൻ ഒന്നുകൂടി കേട്ട് നോക്കട്ടെ, അതിന് മനസ്സിലായപ്പോൾ പറയാം. ഓക്കെ. ഇവ എന്തുവാ വിചാരിക്കുന്നത്? ഗുണ്ട തന്നെയാണ്. നിന്റെ പറഞ്ഞില്ല ഗുണ്ടകളൊക്കെ ഏർപ്പെടുത്തിയെന്ന് പറയുന്നത് അല്ല, ചുമ്മാ അറിയണ ഗുണ്ട അവന്റെ ഗുണ്ടായിസ് നടത്താൻ വേണ്ടിട്ട് അവൻ ചാനൽ ഉണ്ടാക്കി വെച്ച് ആ പന്ന ചാനലിലെ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കാൻ. ഞാൻ ജനങ്ങൾക്കാണ് എന്റെ കൊട്ടേഷൻ തരുന്നത്, ഞാൻ നിങ്ങൾക്കാണ് എന്റെ കൊട്ടേഷൻ തരുന്നത്. നിങ്ങൾ എന്നെ വേറെ എന്ത് വേണോ എന്ത് ഇത് മാറ്റി വെച്ചേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, തനിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയല്ലേ ഞാൻ ഈ 2 മക്കളെയും കൊണ്ടിട്ട്. ഈ എന്നെ കൊല്ലാൻ, എന്റെ ഇളയതിനെ മൂത്തതിനെ കൊന്നു കളഞ്ഞ് എന്നെയും കൂടെ തീർക്കാനല്ലേ അവൻ ഈ പ്ലാൻ എത്ര ഇട്ടത്? ഇവരാണോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഇൻഫ്ലുവൻസർ? ഇവിടെ പലരും വന്നിട്ട് വിജിരാജിനെ അള്ളാൻ നിൽക്കുന്നത് കണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. വിജിരാജ് എന്താ പറഞ്ഞിട്ട് പോയെന്ന് കേട്ടില്ലേ നിങ്ങൾ? അവന്റെ നാവ് കൊണ്ട് അത് പറയിച്ചില്ലേ? ഞാൻ അവൻ വരുമ്പോ അവനെ ആട്ടിപ്പായിക്കണം. ഇത് തന്നെ ഞാൻ മിക്കവാറും ചെയ്യുന്ന തെറ്റ്. ഇത് എന്റെ ചാനൽ അടിച്ചു കളയുന്നതിന് മുമ്പ് വിവി എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ അപ്പൊ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. ജയദേവ് ഇടയ്ക്ക് നിന്നുകൊണ്ട് സംസാരിക്കാൻ ഞാൻ നിർബന്ധിച്ചു. ഇല്ല സംസാരിക്കില്ല എന്ന് എന്റെ ഈഗോ അന്നുണ്ടായിരുന്നെങ്കിൽ ചാനൽ നഷ്ടപ്പെടില്ലായിരുന്നു. അത് ചെയ്യുന്നതിന് മുമ്പ് അവനോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവനോട് ചോദിക്കാനായിട്ട് വിളിച്ചിരുന്നു. ഇടപെടാൻ ഒരുപാട് പേരെടുത്ത് സംസാരിക്കാൻ പറ്റുന്നു. ചിലരങ്ങനെയാണ്. പലവർക്ക് പലതൊക്കെ വരുമ്പോൾ വലിയ സന്തോഷമൊക്കെ തോന്നും. സ്വയം വരുമ്പോൾ അവനവന് വരുമ്പോൾ മാത്രം മനസ്സിലാവും. പിന്നെ പിള്ളേരെ തൊടുന്നത്, അത് ഇവനെ ആയാലും തൊട്ട് നോക്കും. പിന്നെ നിന്നങ്ങ് കത്തും ഞാൻ. അതിനപ്പുറം ഒന്നുമില്ല. തക്കാളികൾ ഒരു മനസാക്ഷിയില്ലാത്ത മൈക്കിളാഞ്ചിയാണ് ഇവനെ. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഹാഫീസ്, നിങ്ങൾ പറയുന്ന ഹാഫീസ് നിങ്ങളുടെ ആരുടെ ഏജന്റ് അല്ല, അവൻ എന്റെ ഏജന്റാണ്. അവൻ എന്റെ ആളാണ്, എന്റെ മുത്താണ് അവൻ. മനസ്സിലായില്ലേ? ഞാൻ അവനെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ട് പോലില്ലാത്ത എന്റെ ഹാഫീസ് എന്റെ പൊന്നോനാണ്. അവറിയാമോ? എന്റെ പൊന്നൊക്കളാണ് അവൻ. അവനാണ് ഇത് പൊള്ളിക്കൊണ്ടുവന്നത്. എന്റെ മുത്താണ്, അവന്റെ കാലം, എന്റെ എന്റെ ചങ്കാണ്. ഇത്രയും കൊണ്ടുവരുത്തി അവമാനിപ്പിച്ചത് അവൻ മാത്രമാണ്. കൊണ്ടുപോയി എയറിലോട്ട് കയറ്റി വിട്ടത് അവരെ കൊണ്ടല്ലാതെ. നിങ്ങൾ തലങ്ങും വിലങ്ങും ഒക്കെ നടന്നാ നിങ്ങൾ 2 പേരും തലയിലും കുത്തി നിന്നിട്ട് നടന്ന. എന്റെ ആഫീസ് എന്റെ പൊന്നൊക്കെ. എനിക്കൊരു പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവന്റെ ഭാര്യയെ കളയിപ്പിച്ചിട്ട് ഞാൻ എന്റെ മോളെ അവന് കെട്ടിച്ചു കൊടുത്തത്. എനിക്ക് അത്ര ഇഷ്ടമാണ് അവൻ. എനിക്ക് എന്റെ ജീവൻ, എന്റെ പ്രാണനാണ് അവന്റെ. ആഫീസേ, നിന്നെ പോലെ നല്ലൊരു മനുഷ്യൻ ഈ ദുനിയാവിൽ ഉണ്ടാവാനില്ലടാ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കൂടാ. ആഫീസ് എന്റെ വാക്കാണ്, എന്റെ മാർക്കാണ്, എന്റെ വാക്കാണ്. പബ്ലിക്കിലാ പറയുന്നത്. 2 പോത്തന്മാരുടെ ഇടയിൽ പിള്ളേരെ തൊടുന്നത്. എടാ, നാട്ടിലുള്ള പിള്ളേരെ തൊട്ടാലേ ഞാൻ ഭ്രാന്തിയാണ്. നീക്ക് എന്റെ മക്കളെ തൊട്ടാലുള്ള എന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് പോയി വർക്കലയുള്ള വെട്ടൂരുള്ള പിള്ളേരെ, വർക്കലുള്ള പിള്ളേരെ. ഇവന്റെയൊക്കെ ഒരു യോഗ്യത. എടാ, മലപ്പുറം കഴിയും എന്നെ.
അല്ല ജയദേവ് ശ്രമിച്ചിരുന്നു, പിന്നെ ജയദേവ് വിളിച്ചിരുന്നു. ഇത് 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 ഇതേ കണക്ക് ഇവരെല്ലാരും വിവിയും മറ്റവരൊക്കെ ഇതാണെന്ന് പറഞ്ഞില്ല മറ്റേ അതെ, വിജിരാജിന് പറയാൻ തോന്നില്ല. ഞാൻ അവരുടെ അടുത്ത് വെച്ചാൽ നിങ്ങൾ രഹസ്യമായിട്ട് പറയട്ടെ, പരസ്യമായിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവ അപ്പോഴേ പറഞ്ഞു ഞാൻ പറയാന്ന് പറഞ്ഞു. പറയാൻ തന്നെ പറഞ്ഞു. അത് സംസാരിച്ചില്ല, സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, എന്തെന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇല്ലടല്ലേ. എന്താ വെച്ചാൽ ഞാൻ പിന്നെ നോക്കിയ സമയത്ത് വേറെ ലൈവില് തമ്മിൽ വന്നിട്ട് എന്റെ മകനെ കൊല്ലാൻ ഞാൻ എന്നോട് എന്ത് ചെയ്തു എന്നാണ് സംഭവം. അപ്പൊ സീക്രട്ട് ഏജന്റ് കൊട്ടേഷൻ സംഘം അല്ല, കൊട്ടേഷൻ ആണെന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ സായി കൃഷ്ണനെ. അപ്പോൾ ഈ കമന്റൊക്കെ നോക്കിയിട്ടില്ല, അതിൽ സായി നേതൃത്വം വഹിക്കുന്ന മറ്റേ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന സംഘടന എന്തിനു വേണ്ടിയാണ് നല്ല ഉദ്ദേശത്തോടാണ് അത് രൂപീകരിച്ചതെങ്കിൽ അതിൽ ഇരുന്നുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന സായിയെ പുറത്താക്കി മറ്റുള്ളവർ മാതൃക കാണിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലാട്ടുള്ള സംഭവം എനിക്കും കറക്റ്റായിട്ട് മനസ്സിലായി. പിന്നെ വിവിരാജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വിവിരാജ് എന്നൊരു യൂട്യൂബറാണ്. അദ്ദേഹം ഒരുവിധ ഡിസൈൻസിൻ്റെ കാര്യങ്ങളൊക്കെ ലൈവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആളുടെ ചാനൽ അത്ര എടുത്ത് നോക്കാനില്ലാട്ടുള്ള. പിന്നെ നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറയാൻ എന്താ ഉള്ളൂ ചോദിച്ചില്ലാട്ടുള്ള ആളിനെ കുറിച്ച് ഫുള്ള് ട്രോളും കാര്യങ്ങളൊക്കെ ഇല്ലാട്ടുള്ളത്. കണ്ണാപ്പി ഏജ് നമുക്ക് പണ്ട് എന്തെങ്കിലും ഞാൻ വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഇല്ലാട്ടുള്ളത്. ഞാൻ നോക്കിയ സമയത്ത് ട്രോള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മുടെ അണ്ണൻ്റെ കയ്യിൽ, നമ്മുടെ രഹസ്യ ഏജന്റാണ് എൻ്റെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് നോക്കാനില്ല, എന്തായാലും ആളതിനെക്കുറിച്ച് വീഡിയോ എന്തായാലും ചെയ്യുമായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയിട്ട് ഞാൻ പറയാം. ഇതിപ്പോൾ നമ്മുടെ ബേബി താത്ത പറഞ്ഞതിൽ എനിക്ക് അത്ര മനസ്സിലായില്ല. എന്തോ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ കൊല്ലാനൊക്കെ. അതിനിപ്പോൾ ആക്കി പറയുകയാണോ ശരിക്കും പറയുകയാണോ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇതും കൂടി ഞാൻ ഒരു 5ാമത്തെ തവണ ഈ വീഡിയോ കാണുന്നത്. പക്ഷെ എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല, എന്താണെന്ന് അറിയില്ല. നമ്മളൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ലൈവ് ഒന്ന് ഫുള്ളായി കണ്ടു നോക്കട്ടെ, എന്നിട്ട് ഞാൻ മനസ്സിലായത് അങ്ങനെ ഒന്ന് പറയാം കേട്ടല്ലോ. എന്തായാലും ഒന്നും ഒളിഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ ഈ പ്രശ്നത്തിൽ. നമുക്കത് അറിയേണ്ടിയിരിക്കുന്നു, സെക്യൂരിറ്റി വഴി അറിയേണ്ടിയിരിക്കുന്നു, ഇല്ലെങ്കിൽ ഇവർ വഴി അറിയേണ്ടിയിരിക്കുന്നു. നോക്കാം എന്തായാലും കേട്ടല്ലേ. അപ്പോൾ അതേ പറയാനുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ.